ഹലോ കൂട്ടുകാരെ, എവിടെ സംഭവിച്ചതാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. സ്ഥലം വെമ്പനാട്ടുകായലാണ്. ഒരു മനുഷ്യൻ തൻ്റെ തോണിയും കൊണ്ട് മീൻ പിടിക്കാൻ പോയതാണ്. ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ഓളവുമായിരുന്നു. അപ്പോൾ അതിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ വള്ളം മുങ്ങാറായി. വള്ളത്തിലും വെള്ളമുണ്ട്, ചുറ്റും വെള്ളമാണ്. അപ്പോൾ അതിനടുത്തേക്ക് ഒരു ബോട്ട് പോലീസ് സർവീസോടുകൂടി വന്നു. അദ്ദേഹത്തിനെ രക്ഷിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ആ മുഖത്തെ എക്സ്പ്രഷൻസ് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു വള്ളമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അദ്ദേഹം ആ വള്ളം വിട്ട് സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം ബോട്ടിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ കഥ ഇവിടെ പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾക്ക് പണം ചോദിക്കുമ്പോൾ എടുത്തു തന്നില്ലെങ്കിൽ, അച്ഛനായാലും അമ്മയായാലും എടുത്തു തന്നില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അവരോട് ആക്രോശിക്കും, ഇല്ലേ? ആ ആക്രോശിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, പൊരി വെയിലും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താനായിട്ട് വെമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പനമ്മി നിങ്ങൾക്കുണ്ട്. ഇതുപോലെ ആടിയുലയുന്ന ഒരുപാട് തിരമാലകളിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് ഓളങ്ങളിൽപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒരുപാട് മുന്നേറുന്നവരാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ കരയിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം എൻ്റെ മുന്നിൽ കണ്ടതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മക്കളുണ്ട്, പക്ഷെ ഞാനന്ന് വന്നു കഴിഞ്ഞിട്ട് അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കണ്ടതിങ്ങനെയാണ്. ഞാൻ ബസ് കയറാൻ നിൽക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് പോയി ഞാൻ തിരിച്ച് ബസ് കയറാൻ നിൽക്കുകയാണ്. ബസ് കയറാൻ നിന്ന് കഴിഞ്ഞപ്പം ഒരു മോന്, അവന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ബേക്കറിയിൽ നിന്ന് കിട്ടണം. അപ്പോൾ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല. ശരിക്കും നമുക്ക് അറിയാം അവരുടെ ആ ഒരു വിഷമം മുഖത്ത് ശരിക്കും നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പ്രായമുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അമ്മ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നാണക്കേട് വരുന്നുണ്ട് അവരുടെ മുഖത്ത്. അപ്പോൾ അവർ കുറേ നേരം സഹി കെട്ടിട്ട് അവരെന്ത് ചെയ്തു, ആ കടയിലേക്ക് കയറി ചെന്നിട്ട് ആ സാധനത്തിൻ്റെ വില ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. വില ചോദിച്ചു കഴിഞ്ഞപ്പം അതിനെനിക്ക് തോന്നുന്നത് ഒരു 10-68 രൂപ എങ്ങാണ്ടാവും തോന്നുന്നു. ആ അമ്മയുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ല. അങ്ങനെ നിൽക്കലേ എൻ്റെ വണ്ടി വന്നു. അവരത് വാങ്ങിച്ചു കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. അവർ വണ്ടിയിൽ കയറുമോ എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്കിലും ഞാൻ വണ്ടി കയറി പോകുന്നു. വണ്ടിയിൽ കയറിയിട്ട് എൻ്റെ ചിന്ത മൊത്തം ആ കുട്ടിക്കത് കിട്ടിയോ, ഇല്ലെങ്കിൽ ആ അമ്മയ്ക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തില്ല. അവരുടെ കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുളുമ്പി വരുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷേ അവർക്ക് ആരോടും പറയാൻ പറ്റാത്ത, അവർ ചുറ്റും നോക്കുകയാണ്. കാരണം ആരെങ്കിലും കാണുന്നുണ്ടോ, നാണക്കേടാവില്ലേ എന്നുള്ള ചിന്ത വേണമെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ അവൻ്റെ ആ ബാലിശമായിട്ടുള്ളൊരു രീതി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, എന്നുവെച്ചാൽ സങ്കടവും വന്നു. അപ്പോൾ നമുക്കറിയാത്തൊരു വ്യക്തിയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ വലിയ തുകയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്താ പറയുക, വണ്ടിയുടെ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ബസ് കയറി പോയി തിരിച്ചു വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ എനിക്ക് ബസ് കയറാനുള്ള പൈസ കഷ്ടി ഒരു 10-40 രൂപ എൻ്റെ കയ്യിൽ ഉള്ളൂ. കാരണം എനിക്ക് അടുത്ത് വന്ന് ഇറങ്ങണം, അത്രയേ ഉള്ളൂ. കയ്യിൽ വേറെ ഫോണിലാണെങ്കിലും ഫോൺ പേ ചെയ്യാനായിട്ടുള്ളതില്ല. ഞാൻ എന്തായാലും പോകുന്നു. പക്ഷേ കയ്യിലുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ മക്കളോട് പറയാനുള്ളത് എന്താണെന്നറിയുമോ? നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ ചിലപ്പോൾ പൈസയൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാരണം നിങ്ങളെ അറിയിക്കാതെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ടാകും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു എന്താ പറയുക, സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അപ്പനെ അമ്മേനൊന്നും നാണം കെടുത്തരുത്. അത് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ നോട്ടത്തിൽ അമ്മയുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 100 രൂപ ഉണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ 200 രൂപയുടെ ഒരു നോട്ടാവും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അത് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. ആയതിനാൽ ഏതൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോഴും ആ പൈസയുണ്ടോ അല്ലെങ്കിൽ അവരെ നാണം കെടുത്താനായിട്ട് നിങ്ങൾ നോക്കരുത്. അവർ പൈസയില്ല, ഇതിന് ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ പിന്നെ വാശി പിടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതാണ് ഇന്നത്തെ ചിന്ത വിഷയം. താങ്ക് യു.